യജ്ഞമണ്ഡപത്തിൽ പിന്നീട് നടക്കുന്ന യജ്ഞമാണ് നവചണ്ഡികാ ഹോമം. നവചണ്ഡികാ ഹോമം കൊല്ലൂർ മൂകാംബികാ ക്ഷേത്രത്തിലെ മുഖ്യപുരോഹിതനായിട്ടുള്ള നിത്യാനന്ദ അടികയുടെ കാർമ്മികത്വത്തിലാണ് ഈ നവചണ്ഡികാ ഹോമം നടക്കപ്പെടുന്നത്. കൊല്ലൂർ മൂകാംബികാ ക്ഷേത്രത്തിൽ മാത്രം നിത്യവുമായി നടത്തിവരുന്ന ഒരു പൂജാക്രമമാണ് ചണ്ഡികാ ഹോമം. ശത്രു സംഹാരമാണ് ഈ ചണ്ഡികാ ഹോമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ദേവിയെ, മഹാത്രിപുരസുന്ദരിയായിരിക്കുന്ന ആ ദേവിയെ ആവാഹിച്ച് ആ ദേവിക്കായി കൊണ്ട് ഫലമൂലാദികൾ, അതേപോലെ തന്നെ സ്വർണങ്ങൾ, ലോഹങ്ങൾ, അതേപോലെ തന്നെ പട്ടുകൾ, ഇതെല്ലാം നമ്മൾ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ കയ്യിലിരിക്കുന്ന എല്ലാ വസ്തുക്കളും നമ്മൾ ആ ദേവിക്കായകൊണ്ട് സമർപ്പിക്കുക എന്നുള്ളതാണ് ചണ്ഡികാഹോമത്തിൻ്റെ വിശേഷം. അതോടുകൂടി നമ്മളുടെ ശത്രുക്കളെ ജയിക്കും എന്നാണ്. ശത്രു സംഹാരത്തിന് വേണ്ടിയിട്ടാണ് ചണ്ഡികാഹോമം ചെയ്യുന്നത്. ആ ചണ്ഡികാഹോമം ചെയ്തു കഴിഞ്ഞാൽ ആ ശത്രു സംഹാരത്തോട് കൂടിയിട്ട് നമ്മൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ദേവി നേടിത്തരുന്നു എന്നാണ് സങ്കല്പം. മഹാചണ്ഡികാ ഹോമത്തിൽ നമ്മൾ പ്രസാദമായിട്ട് ഭക്തർക്കായിട്ട് നൽകുന്നത്, യജ്ഞമണ്ഡപത്തിൽ നൽകുന്നത് മഹാത്രിപുര സുന്ദരി യന്ത്രമാണ്. മഹാത്രിപുര സുന്ദരി യന്ത്രം ശത്രു സംഹാരത്തിനും നമ്മളുടെ ഐശ്വര്യത്തിനും വേണ്ടിയിട്ടാണ് മഹാത്രിപുര സുന്ദരി യന്ത്രം പറയപ്പെടുന്നത്. അങ്ങനെയുള്ള ആ മഹാത്രിപുര സുന്ദരി യന്ത്രം പൂജിച്ച് അത് ഭക്തന്മാർക്ക് പ്രസാദമായിട്ട് നൽകുന്നു. ആ യന്ത്രം നമ്മൾ എല്ലാ ദിവസവും നമ്മളുടെ ശരീരത്തിൽ ധരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള ശത്രുക്കളും ശത്രുബാധയും ഉണ്ടാവില്ല എന്നാണ് പറയപ്പെടുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ആ മഹാത്രിപുര സുന്ദരി യന്ത്രം നമ്മൾ ആ യജ്ഞത്തിൽ സമർപ്പിക്കുന്നത്.